السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, പ്രശ്നം ഉണ്ടാവും. ഞാന് മൊബൈൽ കണക്ട് ചെയ്തിട്ടാണ് നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ അമീർ സാഹിബേ എല്ലാ ആഴ്ചയും യാത്ര പറയേണ്ട ഗതിയാണ്. അമീർ സാഹിബ് എല്ലാ ആഴ്ചയും വന്നിട്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് കുരുന്നുകൂട്ടൊക്കെ തുടങ്ങാൻ പോവാണ്. ആഷിഖ് നബി മാഷാ അല്ലാഹ് ഒരുപാട് കാലയിക്കണ് ശബ്ദം കേട്ടിട്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ തുടക്കക്കാരനാണ്, സ്ഥാപകനാണ്, റൂമിന്റെ ക്രിയേറ്ററാണ് ഉസ്താദ്. എല്ലാവരും അറിയേണ്ട വിഷയമാണ്. പുതിയ ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് എന്നത് പറയുന്നത്. പഴയ ആളുകൾക്കൊക്കെ അറിയാം. ആഷിഖ് നബി എന്ന ഐഡിയിലുള്ളത് ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി കൊടുവള്ളി, ഇപ്പോ ന്യൂസിലാൻഡില് ദീനി ദഅവത്തുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യണം. എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. ഗെറ്റ് റെഡി. എവിടെ എന്നാരുല്ലേ? ഇനിയിപ്പോ ഓരോരുത്തരും ഇങ്ങനെ മാഷാ അല്ലാഹ്. നാട്ടിൽ നിന്നാണ് ഇസാഖ് സാഹിബേ? നാട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടാവിക്കാറല്ലേ? അതായിരുന്നു. എവിടെ കുട്ടികളൊക്കെ ഒന്ന് വേഗം പെട്ടെന്ന് കൈപൊക്കണം കുട്ടികള്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഇതായിരുന്നു. ആരുല്ലേ? ഇനി ഓരോരുത്തരും ഇങ്ങനെ പേരെടുത്ത് വിളിക്കേണ്ടി വരും അല്ലേ? റബീമോൻ എന്തേ? റബീമോൻ, ആദിൽ ബുറൈദ. ഇനി ഓരോരുത്തരും ഇങ്ങനെ വരിക്ക് വിളിക്കേണ്ടി വരും. ദുൽദുല്, സനൂന്, സിനാൻ, സിദൂസ്, മുബൂസ്, ജംഷി, ഇതൊക്കെ പാടുന്ന ആളുകളാണ്. ഏതായാലും ആഷിഖ് നബി സാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد وعلى آله وأصحابه. صلوا عليه صلاة وسلام عليك يا سيدي يا رسول الله صلى الله تعالى عليك وسلم. നമ്മളെ അൽ-ഇസ്തിഖാമ വാഫിന്റെ യാത്രയപ്പൊക്കെ കഴിഞ്ഞ ഓക്കെ. തിരിച്ചു പോകാൻ സമയമായോ? എത്ര ദിവസമായി? കൂടുതൽ ദിവസം നാട്ടിലാണോ? വീട്ടിൽ നിന്ന് ലീവ് എടുത്ത് കോളേജിൽ പോകാനാണോ? ഓക്കെ. ഏതായാലും ഇൻഷാ അല്ലാഹ് അൽ-ഇസ്തിഖാമ ഉസ്താദ് നമ്മുടെ ക്ലാസ് റൂമിന്റെ KCRന്റെ സജീവ സാന്നിധ്യമാണ്. നമ്മള് അൽ-ഇസ്തിഖാമ എന്ന പേര് തന്നെ ID സ്വീകരിച്ചതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ അഹ്ലുസുന്നയുടെ ആദർശ രംഗത്തുള്ള വലിയ ഒരു സാന്നിധ്യമാണ് അൽ-ഇസ്തിഖാമ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം. ആദർശ പ്രബോധന രംഗത്തെ നമ്മുടെ SKSSFന്റെ ചാനൽ എന്ന് പറയാം. അപ്പൊ അതിനോടുള്ള ആ ഒരു ആത്മബന്ധവും സ്നേഹവും ആ വഴിയിലേക്കുള്ള കരുത്തുറ്റ കാൽവെപ്പൊക്കെ ആയിട്ടാണ് നമ്മുടെ അൽ-ഇസ്തിഖാമ വാഫി ഉസ്താദ് മിസ് അബു വാഫി, അതെ ഭാവിയുടെ വാഗ്ദാനമാണ്, അദ്ദേഹം അൽ-ഇസ്തിഖാമ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുള്ളത്. ഭാവിയുടെ അല്ല, വർത്തമാനത്തിന് തന്നെ വാഗ്ദാനമാണ്. ഭാവി പിന്നെ പറയണ്ടല്ലോ ഇൻഷാ അല്ലാഹ്.
അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തെ കുരുന്നുകൂട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെ. ഇന്ന് കുരുന്നുകൂട്ടം തുടങ്ങി വെക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് നമ്മുടെ ക്ലാസ് റൂമിന്റെ എല്ലാമായിട്ടുള്ള അമീർ സാഹിബിന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാന് അതെ തുടങ്ങി വെച്ച് ഞാന് തൽക്കാലം പിന്മാറും. കാരണം ഇവിടെ എന്റെ സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി കുറച്ചു നേരം ഞാൻ ഇവിടെ ക്ലാസ് റൂമിൽ വെക്കും. ബാക്കിയുള്ള സമയം മറ്റുള്ള ഉസ്താദുമാര് വന്ന് തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അൽ-ഇസ്തിഖാമ ഉസ്താദ് മൈക്കിലൂടെ അറിയിച്ചതുപോലെ ഞാൻ സംസാരിക്കുന്നത് ഇന്ന് നമ്മുടെ KCR-ലെ കുരുന്നുകൂട്ടത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാ ഇവിടെ ന്യൂസിലാൻഡിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ കൂടെ ചേരുന്നത്. അപ്പോ ഇന്നത്തെ കുരുന്നുകൂട്ടത്തിൽ നമ്മുടെ KCR-ലെ ഒരുപാട് ആളുകൾ, ഒരുപാട് ID 142 ID-യാണ് ഇവിടെ ഉള്ളതെങ്കിലും റേഡിയോ വഴിയും മറ്റുമൊക്കെ ആയിട്ട് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് സന്തോഷവും പ്രത്യേകമായിട്ടുള്ള എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ്, ഒരു എന്താ പറയാ ആസ്വാദ്യകരമായിട്ടുള്ള പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ കുട്ടികൾ ഇൻഷാ അല്ലാ കൊച്ചു കൂട്ടുകാർ ഇൻഷാ അല്ലാ നമ്മുടെ KCR-ന്റെ മൈക്കിൽ ഇന്ന് അരങ്ങേറ്റം നടത്തും ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരെയും വളരെ സ്നേഹപൂർവം മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാരെയും വളരെ സന്തോഷത്തോടു കൂടി KCR-ൽ എല്ലാവർക്കും വേണ്ടി മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. നീമോൻ പാടാനായിട്ടില്ല, നാട്ടിലാ. ഇവിടെ ഇല്ല, നാട്ടിലാണ് അൽ-ഇസ്തിഖാമ. അപ്പൊ റബീമോന് മാത്രമേ ഉള്ളൂ ഒന്ന്, വേറെ ആരും എത്തിയിട്ടില്ലേ? നമ്മളെ എല്ലാരും ഇപ്പൊ സമയം നാട്ടിലെത്രയായി? നാട്ടില് 4:20 അല്ലേ? സൗദി സമയം എത്രയായി? സൗദി സമയം 1:50 അല്ലേ? അപ്പൊ സൗദിയിൽ നിന്നുള്ളവരൊക്കെ നിസ്കാരം ജുമുഅക്ക് കഴിഞ്ഞില്ലേ ക്ലാസ് റൂമിൽ? അപ്പൊ നമ്മളെ സമയം ആയിട്ടില്ലേ? സാധാരണ തുടങ്ങുന്ന സമയം ആയിട്ടില്ലേ? 3 മണിക്കല്ലേ തുടങ്ങാറ്? UAE 3 മണിക്കല്ലേ തുടങ്ങാറ്? അതെ ശരി. കുട്ടികളൊക്കെ ഫുഡ് അടിക്കുകയാണ്. വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഫുഡാണോ? ഇപ്പൊ സൗദിയിലും പിന്നെ UAE-ലും ഒക്കെ ഇപ്പൊ സ്കൂൾ അവധി സമയമാണോ? ഇന്ത്യൻ സ്കൂളുകൾക്ക് അവധിയായിരിക്കും അല്ലെ പൊതുവെ? സ്കൂൾ അവധിയാണോ? അതെ ശരി. അപ്പൊ ഇന്ന് പിന്നെ ഇന്ത്യൻ സ്കൂളുകൾക്കൊക്കെ അവധിയായിരിക്കും. അപ്പൊ അവധി പ്രമാണിച്ച് പലരും നാട്ടിൽ പോയിട്ടുണ്ടാവുമോ? പലരും ബിരിയാണി അടിച്ചിരിക്കായിരിക്കും അല്ലെ? ന്യൂസിലാൻഡിൽ ഇപ്പൊ സമയം 10:51, രാത്രി 10:51 ഇവിടെ പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ 1 മണിക്കൂർ പിന്നിലേക്ക് ക്ലോക്ക് തിരിച്ചു വെച്ചു. അതിന് മുമ്പ് മുന്നോട്ട് തിരിച്ചു വെച്ചതായിരുന്നു. ഡേ ലൈറ്റ് സേവിങ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ ഒരു സംവിധാനം ഉണ്ട് പോലെ. ഇവിടെ മാത്രമല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളിലും കണ്ടുവരുന്ന സംഗതിയാണ്. പകൽ സമയം ലാഭിക്കുന്നതിന് വേണ്ടി രാത്രി ദീർഘിച്ചു പോകുമ്പോ അല്ലെങ്കിൽ പകൽ ദീർഘിച്ചു പോകുമ്പോ അപ്പോ ജോലി സമയവും വിശ്രമ സമയവും ഒക്കെ ലാഭിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷുകാർ കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ് ഡേ ലൈറ്റ് സേവിങ്. അപ്പോൾ ഡേ ലൈറ്റ് സേവിങ്ങിന്റെ സമയത്ത് ഡേ ലൈറ്റ് സേവ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ മുന്നോട്ട് സമയം തിരിച്ചു വെക്കും. ഇപ്പൊ അത് പിന്നോട്ട് തന്നെ ആക്കി സാധാരണ സമയമായി മാറി. അങ്ങനെ ഒരു സംവിധാനം പലയിടത്തും ഉണ്ട്. നമ്മൾ പിന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ,
UK, USA ഒക്കെ പോയ അവിടങ്ങളിലൊക്കെ ഉണ്ടാവും. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പർമാർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ കുറച്ചു നേരം പറയുന്നതേ ആരെങ്കിലും കുറച്ച് ആളുകൾ കൂടി റൈസ് ഹാൻഡ് ചെയ്ത് വരട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. നമ്മളെ റബീമോ മാത്രമേ എത്തിയിട്ടുള്ളൂ. റബീമോ പാട്ട് പാടി നിർത്തിപ്പോയാൽ പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ ഞാൻ തന്നെ നിന്ന് പാടേണ്ടി വരും. അതുകൊണ്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരണം. ഞാൻ പാടാൻ തുടങ്ങിയ 145 പിന്നെയും കുറയും. അപ്പോ ഇൻഷാ അല്ലാഹ് ഇവിടെ ജുമാ നിസ്കാരം ഇന്നോ നാളെയോ? ജുമാ നിസ്കാരമൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞില്ലേ? ജുമാ നിസ്കാരം ഉച്ചക്ക് കഴിഞ്ഞ്. ഇന്ന് വെള്ളിയാഴ്ച. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന നാട് എന്ന് പറയാം. അങ്ങനെ പിന്നെ ആദ്യമായി സൂര്യൻ ഉദിക്കുന്ന രാജ്യം. പക്ഷെ ഇതിന്റെ മുമ്പുള്ള ചെറിയ ചില ദ്വീപുകളൊക്കെ ഉണ്ട്. പിന്നെ എണ്ണത്ത് കൂട്ടാത്തോണ്ടേ അങ്ങനെ പറയാം. ന്യൂസിലാൻഡിൽ ഞങ്ങള് സൂര്യനെ കണ്ടിട്ടേ നിങ്ങളൊക്കെ ഇന്ന് വെള്ളിയാഴ്ചയുടെ സൂര്യനെ കാണുള്ളൂ. അപ്പോ വലിയ കുട്ടികൾ പാടാൻ അനുവദിക്കരുത് എന്നാണ് നമ്മളെ റഹ്മാൻ ചാപ്പനങ്ങാടി എന്ന ഐഡിന്ന് അറിയിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് വേറെ ആരും എത്തിയില്ലേ? റബീമോൻ തന്നെ ഉള്ളൂ. ഇന്നത്തെ പാട്ട് മുഴുവൻ റബീമോൻ പാടേണ്ടി വരുന്നാ തോന്നുന്നത്. മനിപ്പുലേഷൻ. അപ്പൊ നമ്മൾ തുടങ്ങേ ഇന്നത്തെ കുരുന്നുകൂട്ടത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ സ്നേഹപൂർവം സ്വാഗതം നൽകുകയാണ്. സമ്മാനം കൊടുക്കേണ്ടി വരുന്നോ? റബി മോന് പാടുകയാണെങ്കിൽ ഇന്ന് ഫുള്ള് പാടുകയാണെങ്കിൽ സമ്മാനമൊക്കെ കൊടുക്കാം. റബി മോൻ എവിടെയാണ്? സൗദിയിലാണോ? റബി മോൻ എവിടെയാണ്? സൗദിയിലാണോ? മാഷാ അല്ലാഹ്. KMK കാടാമ്പുഴൊക്കെ എത്തിയിട്ടുണ്ട്. UAE-യിലാണല്ലേ? സൗദിയിലാണെങ്കിൽ സമ്മാനം തന്നെ എത്തിക്കഴിഞ്ഞു. നമ്മൾ അമീർ സാഹിബ് ഇവിടെ ക്ലാസ് റൂമിലുള്ളതുകൊണ്ടേ. ഇപ്പൊ UAE-യിലായതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ സമയം കളയാതെ നമ്മുടെ കുരുന്നുകൂട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ കുരുന്നുകൂട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാണ്? നമ്മളെ അലിസ്റ്റിഖാമ തന്നെ വരേണ്ടി വരുമോ? റബീമോന് സൗദിയിൽ വരാന്ന് അറിയിച്ചിട്ടുണ്ട് അമീർ സാഹിബെ. എന്നാ സമ്മാനം റെഡിയാക്കി കാത്തിരുന്നോളൂ. ഇന്നത്തെ കുരുന്നുകൂട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ കിട്ടണല്ലോ. ആരാണ്? നിങ്ങളെ പാട്ടുകാരായിട്ടുള്ള ഉസ്താദുമാരോ സയ്യിദുമാരൊക്കെ ഉണ്ടോ ക്ലാസ് റൂമില്? അമീർ സാഹിബ് ഒന്ന് ഉദ്ഘാടനം ചെയ്യും. നല്ല കഥയായി. അമീർ സാഹിബ് അമീർ സാഹിബ് വന്നാലൊക്കെ വലിയ കാര്യമായിരുന്നു. പക്ഷെ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ സമയം കളയാതെ ആരെങ്കിലും ഒരാൾ മൈക്കിലേക്ക് വന്ന് പിന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ നമ്മളെ പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ ഏതായാലും ആരും വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികൾ തന്നെ. റബി വെന്മനാട് നേരത്തെ റൈസാൻഡ് ചെയ്തത് കൊണ്ട് പിന്നെ റബീമോൻ തന്നെ ഇന്നത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അല്ലെ? നമ്മള് പിന്നെ ഫാത്തിയോദി ദ്വാരക്കലും കിറാത്തൊന്നുമില്ലല്ലോ കുരുന്നുകൂട്ടത്തില്. ഏതായാലും റബീമോൻ മൈക്കിലേക്ക് വന്നിട്ട് നമ്മളെ കുരുന്നുകൂട്ടത്തിന്റെ ഒരു തുടക്കം ആയിട്ട് എന്താണ് പാട്ട് പിന്നെ പാടാൻ തോന്നില്ലേ? ഒരു ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങാം ഇന്നത്തെ കുരുന്നുകൂട്ടം അല്ലേ? റബീമോൻ റെഡിയല്ലേ? റബീമോൻ റെഡിയല്ലേ? നല്ല ഉഷാറായിട്ടൊന്നൊരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് തുടങ്ങാം. റബീമോൻ റെഡിയല്ലേ? അപ്പൊ ഉദ്ഘാടനത്തിന് വേണ്ടി റബീമോനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ കുരുന്നുകൂട്ടം KCR-ന്റെ കുരുന്നുകൂട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതമരുളുന്നു. ഇന്നത്തെ കുരുന്നുകൂട്ടം ഗംഭീരമാവാൻ പോകുന്നു. ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഇന്നത്തെ കുരുന്നുകൂട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ റബീമോൻ മൈക്കിലേക്ക് വരുന്നു. എല്ലാവരും റബീമോന്റെ ആകർഷകമായ ഖുർആൻ പാരായണത്തിന് വേണ്ടി കാതോർക്കുക.
ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമ്മ പറഞ്ഞത് കേട്ടോളെ നല്ല വേദായിനോളെ വായി തെച്ചിട്ട് ഇബ്ലീസിന്റെ പാദം വെടിഞ്ഞ് നടന്നോളെ. അസ്സലാമു അലൈക്കും. അതറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പടച്ചോനെ, റബീമോൻ മോനാണോ മോളാണോ? റബീമോൻ തന്നെയല്ലേ പാടിയത്? ഹലോ, മോനാണ്. അപ്പോ പിന്നെ പടച്ച തമ്പുരാനെ, നല്ല ഉഷാറ് പാട്ടാണ് പാടിയത്. ഉമ്മ പറയുന്നത് കേട്ട് നടന്നോളി. മാഷാ അല്ലാ. അപ്പൊ റബീമോൻ ഇന്നത്തെ നമ്മുടെ കുരുന്നുകൂട്ടത്തിന് നല്ല ഉഷാറായിട്ടുള്ള ഒരു തുടക്കം അല്ലേ? ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു. ഏതായാലും കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി, KCR-ന് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷിതാക്കൾക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ഞാൻ എന്താണ് ഒരു സംഗതി, റബീമോൻ എവിടെ നിന്നാണ്? UAE എന്നാണെന്ന് പറഞ്ഞില്ലേ? സംഗതി ഞാന് മറന്നു പോലെ. സൗണ്ട് ഒന്നുകൂടി കൂട്ടണം കേട്ടാ. 3 years ആയിട്ടേ ഉള്ളൂ അല്ലെ? ഓക്കെ. സൗണ്ട് ഒന്നുകൂടി കൂട്ടണം. വളരെ കുറവായിരുന്നു. കേട്ടിട്ട് എല്ലാരും കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് കേട്ടപ്പോ നല്ല രസം തോന്നി പാട്ട്. മോന് റബീമോൻ കേൾക്കുന്നുണ്ടോ? റബീമോൻ ഉസ്താദ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? നല്ല ഉഷാറ് പാട്ടായിരുന്നു. പക്ഷെ എല്ലാരും കേട്ടിട്ടില്ല. നാട്ടിലെവിടെയാണ് റബീമോൻ? എനിക്ക് പരിചയമല്ല. ഞാന് കുരുന്നുകൂട്ടത്തിൽ ഇങ്ങനെ പിന്നെ എല്ലാവരെയും കേൾക്കാത്തത് കൊണ്ട്, പലപ്പോഴും ഉസ്താദ് ഉറങ്ങുന്ന സമയത്താണ് കുരുന്നുകൂട്ടം. അതുകൊണ്ട് ആരൊക്കെയാണ് പാടുന്നത് എന്നുള്ളത് പരിചയമല്ല. അതുകൊണ്ട് ഉസ്താദിന് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തണം. തൃശ്ശൂരാണില്ലേ? ഓക്കെ. പാട്ടാരും കേട്ടിട്ടില്ല എന്നാ പറയുന്നത്. ഒന്നുകൂടി പാടണല്ലോ റബീമോൻ, ഒന്നുകൂടി പാടില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഇനി കൂടുതൽ സമയം കളയാതെ നമ്മൾ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം നൽകാം. മേപ്പാടി അബ്ബാസ് എന്ന ഐഡിയിൽ നിന്ന് ആരാണ് ഇന്ന് നമുക്ക് നല്ല വിഭവവുമായിട്ട്, നല്ല പാട്ടോ കഥയോ എല്ലാം ആവാം അല്ലെ? നമ്മുടെ കുരുന്നുകൂട്ടത്തില് പാട്ട് മാത്രല്ല, കഥ പറയാം, ഓതാൻ അറിയുന്നവർക്ക് ഓതാം, ഖുർആൻ പാരായണം ചെയ്യാം, പ്രസംഗിക്കാം, എന്തും മൈക്കിൽ വന്നിട്ട് പിന്നെ അറബി ബൈത്ത് ചെല്ലാം, ഏത് ഭാഷയിലുള്ള പാട്ടും പിന്നെ പാടാം, അല്ലെങ്കിൽ കഥ പറയാം ഏത് ഭാഷയിലും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനൊക്കെ റെഡിയായിട്ട് കൈയുയർത്തി നിൽക്കുന്ന കൂട്ടുകാരിൽ ഏറ്റവും മുകളിലുള്ള മേപ്പാടി അബ്ബാസ് എന്ന ഐഡിയിൽ നിന്ന് ആരാണ്, ഏത് കൂട്ടുകാരനാണ് നമുക്ക് നല്ല വിഭവമായിട്ട് വരുന്നത് എന്ന് നോക്കാം. നമ്മൾക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലൈക്കും. ഞാൻ മുഹമ്മദ് ഹഫീസാണ്. അൽസാദ് മദ്രസയിൽ പഠിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين.
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب ولا الضالين آمين. السلام عليكم. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേപ്പാടി അബ്ബാസ് എന്ന ഐഡിയിൽ ആരാ? അബ്ദുൽ അസീസ് അല്ലേ? അബ്ദുൽ അസീസ് അല്ലേ പേര് പറഞ്ഞത്? അബ്ദുൽ അസീസ് അല്ലേ പേര് പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? മേപ്പാടി അബ്ബാസ് ഒന്ന് പ്രതികരിക്കണം. ഞാന് ചോദിക്കണേ. മാഷാ അല്ലാ, വളരെ ഹഫീസാണ് അല്ലേ? ഹഫീദ്. അപ്പൊ വളരെ ഉഷാറായി ഒച്ചത്തിൽ ഓതിയിട്ടുണ്ട്. നല്ല ശബ്ദാണ്. മേപ്പാടി അബ്ബാസ് എത്ര വയസ്സായി? ഹഫീസിന് എത്ര വയസ്സായി? മുഹമ്മദ് ഹഫീസ് അല്ലേ? 1ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്നു. ഓ, അത് ശരി, 1ാം ക്ലാസ്സിലാണല്ലേ? അപ്പൊ ഫാത്തിയൊക്കെ 1ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോഴേക്ക് ഫാത്തിയൊക്കെ ഓടാൻ പഠിച്ചല്ലോ. മാഷാ അല്ലാ, വളരെ ഉഷാറായി ഒച്ചത്തിൽ ഓതിയിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ വളരെ ധൈര്യത്തോടു കൂടി അത്രയും ആളുകളുടെ മുമ്പിലൊക്കെ ഓടാനുള്ള നല്ല നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അല്ലെ മുഹമ്മദ് ഹഫീസ്. അള്ളാഹു നല്ല കുട്ടികളാകട്ടെ ഇൻഷാ അല്ലാ. ഇനി 1ാം ക്ലാസ്സിലൊക്കെ നല്ല ഉഷാറായിട്ട് ജയിച്ചിട്ട് 2ാം ക്ലാസ്സിലൊക്കെ എത്തണം. എന്നിട്ട് ഇനിയും വളരെ ഉഷാറായിട്ട് ഓതണം. നല്ല ഓതാൻ അറിയാട്ടാ. ഒന്നുകൂടി ഇൻഷാ അല്ലാ വലുതാവുമ്പോ ഇനിയും ഉഷാറായിട്ട് നല്ല ഉഷാറായിട്ട് ഓതണം. വലുതാവുമ്പോ ഇനിയും ഉഷാറാവും. ഇൻഷാ അല്ലാ 2ാം ക്ലാസ്സിലെത്തിയിട്ടുള്ള ഓത്തൊക്കെ നമുക്ക് കേൾക്കണം. KCR-ലൊക്കെ എന്നും വരണം അല്ലേ? എന്നും ഉണ്ടാവാറില്ലേ? KCR-ൽ എന്നും ഉണ്ടാവാറില്ലേ? ഹഫീസ്, ഞാൻ ദേശീയായ ഏതായാലും ഇൻഷാ അല്ലാ അള്ളാഹു കുട്ടികളെയൊക്കെ നല്ല 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 സന്താനങ്ങളാക്കട്ടെ. ഞാൻ പ്രതികരണം കാണാത്തോണ്ടാണ് ഞാൻ ദേശീയ എന്ന് ചോദിച്ചത്. ഇവര് പോയാ? നമ്മളെ ഹഫീസ് പോയാ? മുഹമ്മദ് ഹഫീസ് നാട്ടിലെവിടെയെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? നാട്ടിലെവിടെയെന്ന് പറഞ്ഞത്? മുഹമ്മദ് ഹഫീസ് നാട്ടിലെവിടെയാണ്? അവര് പോയാ? ഞാൻ കൊഞ്ഞ് ഉണ്ട് ഉസ്താദ് ദുആ ചെയ്യ. നാവിന് കൊഞ്ഞം ഒന്നുമില്ലല്ലോ. ആര് പറഞ്ഞു കൊഞ്ഞുണ്ടെന്ന്? നമ്മൾ നല്ല ഉഷാറായിട്ട് കേട്ടല്ലോ. നാവിന് കൊഞ്ഞൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ഓതി, നല്ല പോലെ ഓതി. അതൊക്കെ പിന്നെ ഇപ്പൊ 1ാം ക്ലാസ്സിലല്ലേ, അതിനനുസരിച്ചുള്ളതല്ലേ ഉണ്ടാവും അല്ലേ? അപ്പോ അതൊന്നുമില്ല, അങ്ങനെ കൊഞ്ഞൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. കൊഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ ഓതില്ലല്ലോ. നാട്ടിലെവിടെയാണ് പറഞ്ഞത്? നാട്ടിലെവിടെയാണ്? അക്ഷരം വരുന്നില്ല. റാ അക്ഷരം അതൊക്കെ വരും 1ാം ക്ലാസ്സിലെത്തിയിട്ടല്ലല്ലോ. ബാക്കി എത്ര അക്ഷരമുണ്ട്? റാ മാത്രല്ലല്ലോ. അറബിയിൽ എത്ര അക്ഷരമുണ്ട്? ബാക്കിയുള്ള അക്ഷരമൊക്കെ പറഞ്ഞില്ലേ? ഒരക്ഷരമൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കി വരും. റാ അക്ഷരം മാത്രല്ല, ഒരു റാ അക്ഷരം മാത്രം. അറബിയിൽ എത്ര അക്ഷരമുണ്ട്? അറബി ഭാഷയിൽ എത്ര അക്ഷരമുണ്ട്? നാട്ടില് കാസർഗോഡാണല്ലേ? അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളിൽ ഒരക്ഷരം മാത്രമാണ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബാക്കി 27 നല്ല ഉഷാറായിട്ട് പറയുന്നില്ലേ? ഇൻഷാ അല്ലാ അതും ശരിയാകുമ്പം 2ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് ഇൻഷാ അല്ലാ. 1ാം ക്ലാസ്സിലാണല്ലോ. അപ്പൊ കാസർഗോഡ് നിന്നാണ്, ഇപ്പോ UAE-യിൽ നിന്നാണ് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് ഹഫീസ് മോന് നമുക്ക് വേണ്ടി KCR-ൽ ഇന്ന് ഫാത്തിഹ സൂറത്ത് സുന്ദരമായി കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ സുന്ദരമായി എല്ലാവരും ക്ലാസ് റൂമിൽ ഓതുന്ന സമയത്ത് പൂവ് വിതറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇനി നമുക്ക് KMK കാടാമ്പുഴ എന്ന ഐഡിയിൽ നിന്ന് ആരാണ് ഇന്ന് KCR-ലെ കുരുന്നുകൂട്ടത്തിൽ നമുക്ക് വേണ്ടി പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ നല്ല നല്ല കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് വരുന്നത് എന്ന് നോക്കാം ഇൻഷാ അല്ലാ. KMK കാടാമ്പുഴ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. മൈക്കിലേക്ക് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമലൈക്കും. എന്റെ പേരാണ് ഹന്ന ഫാത്തിമ. ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഞാൻ ആപ്പിൾ കുറിച്ച് പാടുന്നുണ്ട്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ ഫിസ് സമാവാതി വൽ അർദി വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. മാഷാ അല്ലാഹ്. KMK കാടാമ്പോ എന്ന ഐഡിയില് ഹന്ന ഫാത്തിമ മോളാണ് അല്ലേ? മാഷാ അല്ലാഹ്. ആയത്തുൽ കുർസിയാണ് ഓതിയത്. എത്രാം ക്ലാസ്സിലാണ് മദ്രസിൽ പോകുന്നുണ്ടോ? ഹന്ന ഫാത്തിമ മോള് പോകുന്നില്ല. പടച്ചോനെ, മദ്രസിൽ പോവാനായിട്ടില്ലേ? അപ്പൊ ആയത്തുൽ കുർസിയൊക്കെ ഓതാൻ പഠിച്ചു. ഓ പടച്ചോനെ, ആയത്തുൽ കുർസി ആയി തുടങ്ങി ഇല്ലേ? ഓക്കെ, 4.5 വയസ്സായി. എന്നാലും ആയത്തുൽ കുർസിയൊക്കെ ഓതാൻ പഠിച്ചു ഹന്ന ഫാത്തിമ മോൾ. ഞാൻ പ്രത്യേകിച്ച് രക്ഷിതാക്കളെ അഭിനന്ദിക്കുകയാണ്. ഈ കുട്ടികള് മദ്രസയിൽ പോകാനുള്ള പ്രായമായിട്ടില്ലെങ്കിൽ ഇതൊക്കെ പിന്നെ നിങ്ങൾ അത് ജീവിതത്തിൽ ശീലമാക്കിയത് കൊണ്ടും കുട്ടികളെ കൂടെ ഇരുന്ന് അതൊക്കെ ഓതുന്നത് കൊണ്ടാണല്ലോ കുട്ടികളെ പഠിച്ചിട്ടുള്ളത്. കേട്ട് പഠിച്ചതാണല്ലോ. അപ്പൊ കേൾപ്പിക്കാൻ രക്ഷിതാക്കൾ കൂടെ ഉണ്ടായി, മാതാപിതാക്കൾ കൂടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആ കുട്ടികള് ഹന്ന ഫാത്തിമ മോൾ അത്ര ഉഷാറായി ഓതാൻ പഠിച്ചത്. മാഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തിൽ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. കുട്ടികളെയൊക്കെ അള്ളാഹു സജ്ജനങ്ങളിൽ പെടുത്തട്ടെ എന്ന് പ്രത്യേകം ആ രക്ഷിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നിങ്ങളെ പ്രത്യേകമായി ഞാൻ ഇന്നത്തെ കുരുന്നുകൂട്ടത്തിൽ പ്രശംസ അറിയിക്കുകയാണ്. അപ്പോ ഫാത്തിമ മോള് പിന്നെ ആയത്തുൽ കുർസിയൊക്കെ മനപ്പാടാക്കി. മാഷാ അല്ലാഹ്. കാണാതെയാണ് ഓതിയത്. എന്റെ റബ്ബേ, ഹന്ന ഫാത്തിമ മോൾക്ക് അറിയാം രാത്രിയൊക്കെ ഈ എന്താ പറയാ, നമ്മള് ചെയ്ത്താനൊക്കെ കേട്ടിട്ടില്ലേ? ചെയ്ത്താനൊക്കെ വരുന്നത് പേടിച്ചാൽ എന്താ വേണ്ടത്? ആയത്തുൽ കുർസി ഓതണം. അതറിയില്ലേ? രാത്രിയില് നമ്മളെ കുരുന്നുകൂട്ടത്തിൽ കേൾക്കുന്ന കുട്ടികൾ പിന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. രാത്രി കിടക്കുമ്പോക്കെ ആയത്തുൽ കുർസി ഓതിയ പിന്നെ ഒന്നും പേടിക്കണ്ട അല്ലേ? രാത്രി ഉറങ്ങുമ്പോ ആയത്തുൽ കുർസി ഓതാറുണ്ടോ ഹന്ന ഫാത്തിമ മോള്? ഓ മാഷാ അല്ലാഹ്. അപ്പൊ നല്ല മോളാണല്ലോ. കിടക്കുമ്പോ ആയത്തുൽ കുർസി ചെല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചെല്ലണം, പിന്നെന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലണം. പിന്നെയും കുറെ ചെല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് മദ്രസയിലൊക്കെ പോവാൻ തുടങ്ങിയാല് അതൊക്കെ പഠിക്കുക അല്ലേ? എന്നിട്ട് അതൊക്കെ ചെല്ലി പിന്നെ കിടന്നുറങ്ങിയാല് നല്ല ഉഷാറായിട്ട് ഉറങ്ങാ. ഒന്നും പേടിക്കണ്ട. ആരും രാത്രി പിന്നെ ഉറങ്ങുമ്പോ ഇടങ്ങേറാക്കൂല, പേടിപ്പിക്കൂല. ഉറക്കത്തൊന്നും വേണ്ടാത്തതൊന്നും കാണൂല. നല്ല ഉഷാറായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ നല്ല കുട്ടിയായിട്ട് എണീക്കാൻ നേരത്തെ. അപ്പോ ഹന്ന ഫാത്തിമ മോളും അതേപോലെ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കേൾക്കുന്ന മറ്റുള്ള കൂട്ടുകാരോടും എല്ലാരോടും പറയാണ്, ഹന്ന ഫാത്തിമ മോൾ ആയത്തുൽ കുർസി പഠിച്ചതുപോലെ നിങ്ങളും ഒക്കെ പഠിക്കണം. ഒക്കെ കേട്ട് ആയത്തുൽ കുർസി ഓതി പഠിക്കണം. എന്നിട്ട് രാത്രി ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഓതണം. നിസ്കരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ 4.5 വയസ്സായിട്ടുണ്ടെങ്കിൽ ഹന്ന ഫാത്തിമ മോൾ ഉപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ ഒക്കെ കൂടെ നിസ്കരിക്കാറുണ്ടാവും അല്ലെ? നിസ്കാരത്തിന്റെ ശേഷമൊക്കെ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും കൂടെ നിന്നിട്ട് പിന്നെ ആയത്തുൽ കുർസി ഉച്ചത്തിൽ ഓതി കൊടുക്കണം. അപ്പൊ എന്താണ്, അങ്ങനെ ആവുമ്പോ നിസ്കരിച്ചിട്ട് ഇരുന്നിട്ട് ഹന്നമോള് ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗത്തില് ഉപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ ഒക്കെ കൂടെ സ്വർഗത്തിൽ കിടക്കാം എന്ന് നമ്മളെ
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ കൂട്ടുകാരും ആയത്തിൽ കുറിച്ച് പഠിക്കണം. ഹന്നമോളെ പോലെ ഹന്നമോളെ ഓതിയതുപോലെ വളരെ ഉഷാറായിട്ട് ഓതണം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട്, ഹന്നമോൾക്ക് ഒരുപാട് പൂക്കൾ ഇവിടെ എല്ലാവരും നൽകി. ഇനി ഇൻഷാ അല്ലാഹ് ഹന്നമോളെ മൈക്കിലേക്ക് വരണം. പിന്നെ മേപ്പാടി അബ്ബാസ് റബി എന്ന ഐഡി എന്നാണ് അല്ലെ, മോള് പാടുന്നുണ്ടെന്നോ അങ്ങനെ ഓതുന്നുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. ആരാണെങ്കിലും റൈസ് ഹാൻഡ് ചെയ്യണം. എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്ത് മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അള്ളാഹു നമ്മുടെ ഒക്കെ കുട്ടികളെ ദീനിന്റെയും പരിശുദ്ധ ദീനിന്റെ മക്കളാക്കി അള്ളാഹു വളർത്തി തരുമാറാകട്ടെ. നന്മ വിളയുന്ന ജീവിതം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരൊക്കെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവിയിലും ഒക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഭാവിയിൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും ഒക്കെ അഭിമാനം നൽകുന്ന കുട്ടികളായി, കുടുംബത്തിനും മാതാപിതാക്കൾക്കും വീടിനുമൊക്കെ അഭിമാനം നൽകുന്ന സൽപ്പേര് വരുത്തുന്ന മക്കളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ആമീൻ എന്ന് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടി ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട്, ഇനി MP കടുങ്ങല്ലൂർ എന്ന ഐഡിയിൽ നിന്ന് പഠിച്ചവൻ ആരാണ്? നമ്മളെ ഉസ്താദമാരൊന്നല്ലായിരിക്കും അല്ലെ. MP കടുങ്ങല്ലൂർ എന്ന ഐഡിയിൽ നിന്ന് ആരാണ് നമുക്ക് ഇന്ന് KCR-ൽ അതിഥിയായി എത്തുന്നത് എന്ന് നോക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. MP കടുങ്ങല്ലൂർ മൈക്കിലേക്ക് വരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. MP കടുങ്ങല്ലൂർ എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? എന്താണ് എഴുതിയത്? ഹൈസില്ലാന്നോ മൈക്കില്ലാന്നാണോ എഴുതിയത്? നിങ്ങളിത് മൈക്കില്ലേ? MP കടുങ്ങല്ലൂർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പുതിയ ആളാണോ? മൈക്കില്ല എന്നാണോ പറയുന്നത്? പടച്ചോനെ, അത് പുതിയ ആളാണോ? MP കടുങ്ങല്ലൂർ നമ്മളെ പിന്നെ ഒരു ഉസ്താദ് ഉണ്ട്. MP കടുങ്ങല്ലൂർ നമ്മളെ SMF-ന്റെ ഓഫീസ് സെക്രട്ടറി ആണോ? MP ഉസ്താദ് കടുങ്ങല്ലൂരാണോ MP കടുങ്ങല്ലൂർ എന്ന ഐഡിയിലുള്ളത്? പുതിയ ഐഡിയ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മളെ കുട്ടികളെ പ്രോഗ്രാം ആയതുകൊണ്ട് തൽക്കാലം, അല്ലെങ്കിൽ ഉസ്താദ് മൈക്ക് ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാമായിരുന്നു. ഇല്ലെങ്കിൽ തൽക്കാലം കൈ താഴ്ത്തണം എന്നറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ അത് നമ്മളെ വിചാരിച്ച ഉസ്താദാണെങ്കിൽ MP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ, നമ്മുടെ സമസ്തയുടെ ഒരു ചരിത്ര പണ്ഡിതൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉസ്താദാണെങ്കിൽ പിന്നീട് മൈക്കിൽ വരണം. നിങ്ങൾക്ക് സംസാരിക്കാനും പിന്നെ ഒക്കെ സൗകര്യപ്പെടുന്ന രൂപത്തിൽ KCR-ൽ ഉസ്താദിന്റെ ഒക്കെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉസ്താദ് കൈ അറിയാതെ പൊക്കിപ്പോയതാണെങ്കിൽ അതൊന്ന് താഴ്ത്താൻ വേണ്ടി ആരെങ്കിലും ഒന്ന് സഹായിക്കണം, അഡ്മിന്മാരാരെങ്കിലും. പിന്നെ എനിക്ക് KM കാടാമ്പുഴ തന്നെ വീണ്ടും റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് KMK കാടാമ്പുഴ എന്ന ഐഡിയിൽ നിന്ന് ഹന്നമോള് തന്നെയാണോ? വീണ്ടും മോനാണ് അല്ലേ? ഓക്കെ, മൈക്കിലേക്ക് വരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഉമറുൽ ഫാറൂഖ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ യാസീൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر
لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا وأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. السلام عليكم. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMK കാടാമ്പുഴ എന്ന ഐഡിയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് മോൻ. മാഷാ അല്ലാ, എന്താ ഞാൻ പറയേണ്ടത്? ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നോർഫൈസി ഉസ്താദ് റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദിന് പെട്ടെന്ന് മൈക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് മൈക്ക് വരേണ്ടതാണെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം, പിന്നീട് വീണ്ടും വരാം. ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. ഉസ്താദ് മൈക്കിലേക്ക് വരും ഇൻഷാ അല്ലാ. KMK കാടാമ്പുഴ മോനെ പിന്നീട് പറയാം. ഉസ്താദ് മൈക്കിലേക്ക് വരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എന്നെ അറിയോ? ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും അറിയുന്ന ആളുണ്ടോ? അമീർ ഇങ്ങനെ സാഹിബ് എല്ലാരും ഉണ്ടല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖന്നല്ലേ? ഇൻഷാ അല്ലാ, ഞാൻ ഇന്നലെ ഇവിടെ എത്തി. അങ്ങനെ ഇപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ഇവിടെ കേറി. ഇൻഷാ അല്ലാ എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്ന എല്ലാവരോടും എല്ലാവരും ദ്വാരക്കുക. മാഷാ അല്ലാ. എനിവേ ഇൻഷാ അല്ലാ, പിന്നെ അതിന് വേണ്ടെന്ന് എന്നെ കുരുന്നുകൂട്ടാണല്ലോ നടക്കുന്നല്ലേ? കുരുന്നകൂട്ടം നടക്കട്ടെ ഇൻഷാ അല്ലാ. ഞാൻ ഉസ്താദിന് കൊടുക്കാം, ഉസ്താദിനുമായി കൈമാറാം. എല്ലാവരും ഇൻഷാ അല്ലാ ദുആയിൽ ഉൾപ്പെടുത്തുക. ഒരു കുറച്ച് 20 ദിവസത്തോളം ഉണ്ടാവും ഇവിടെ. നമുക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, ഇവിടെ വന്നപ്പോ എന്റെ ഐഡിയലും സംസാരിക്കാന്ന് മുജീബ് പറഞ്ഞ് അപ്പൊ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ലണ്ടനിൽപ്പെട്ടവര് ഞാൻ ഇന്നലെ അറിഞ്ഞ മൂപ്പറിനെ എനിക്ക് വിളിച്ചപ്പോ തന്നെ ചോദിച്ചു എനിക്ക് ആരാണെന്ന് ചോദിച്ചപ്പോ പിന്നെ ഈ ശബ്ദം കേട്ട അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മുജീബാണെന്ന് ചോദിച്ചു. കാരണം ലണ്ടനിലെ ഒരാൾ UAE നിന്ന് വിളിക്കണ ഒരിക്കലും പ്രതീക്ഷിക്കുമല്ലോ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, മുജീബ് സാഹിബ് ലണ്ടൻ റാസൽ ഖൈമയിലെത്തിയില്ലേ? എന്താണ് പിന്നെ വെക്കേഷൻ ട്രിപ്പാണോ, ഹോളിഡേ ട്രിപ്പാണോ അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാ വളരെ സന്തോഷമുണ്ട്. KCR-ൽ ഇന്നലെ നോർഫൈസിസ്ഥാനൊക്കെ ചെന്ന് നേരിൽ കാണാനൊക്കെ അവസരം ഉണ്ടായതിൽ അല്ലെ? അൽഹംദുലില്ലാ. വീണ്ടും ക്ലാസ് റൂമിൽ അവിടുന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മൾ കുരുന്നുകൂട്ടവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുജീബ് സാഹിബ് അദ്ദേഹത്തിന്റെ യാത്രയും കാര്യങ്ങളൊക്കെ അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലാക്കട്ടെ. 20 days ഇൻഷാ അല്ലാ ഹോളിഡേ ട്രിപ്പാണ്. വിത്ത് ഫാമിലി ആണോ അറിയില്ല. ഇൻഷാ അല്ലാ ഏതായാലും നമ്മൾ കുരുന്നുകൂട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. KMK കാടാമ്പുഴ ഉമറുൽ ഫാറൂഖ് മോന്. മാഷാ അല്ലാ. ഓക്കെ, ഫാമിലി വളരെ വളരെ ഉഷാറായിട്ട് 2ാം ക്ലാസ്സിലാണല്ലേ ഉമറുൽ ഫാറൂഖ് മോൻ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഒന്ന് സജീവായിട്ട് ഉസ്താദ് ചോദിക്കണേനൊക്കെ ഒന്ന് പറയണം. അതെ, കേൾക്കുന്നുണ്ട്. 2ാം ക്ലാസ്സില് ഇത്ര ഉഷാറായിട്ട് ഫാത്തിഹ ഓതാൻ പഠിക്കാന്ന് പറഞ്ഞാല് ഉമറുൽ ഫാറൂഖ് മോന്
പടച്ചോനെ, ആരാണ്, ഏത് മദ്രസിലാണ് പോകുന്നത്? ഉമറുൽ ഫാറൂഖ് മോൻ. അതെ, യാസീനോ, യാസീൻ, അതെ ഞാൻ മാറിയതാണ്, യാസീൻ ഓതി. മാഷാ അല്ലാ, നല്ല വളരെ സുന്ദരമായി കേൾക്കാൻ നല്ല ഉഷാറുള്ള ശബ്ദവും നല്ല ഓത്തും നല്ല അക്ഷരസ്ഫുടതയും എല്ലാ എന്താ പറയാ നിയമങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട്. 7 വയസ്സ് അല്ലേ? പടച്ച തമ്പുരാനെ, 2ാം ക്ലാസ്സില്. ഏത് മദ്രസിലാണ് പോകുന്നത്? ഏത് മദ്രസിലാണ് പഠിക്കുന്നത്? നാട്ടിലാണോ അല്ലെങ്കിൽ പുറത്താണോ, വിദേശത്താണോ? റിയാദിലാണ് അല്ലേ? റിയാദിൽ പിന്നെ ട്യൂഷനാണ്. ആഹാ, അപ്പൊ ഏത് ഉസ്താദാണ് പഠിപ്പിക്കുന്നത് അതറിയണം. മദ്രസില് ഏത് ഉസ്താദിന്റെ അടുത്താണ് പഠിക്കുന്നത് ട്യൂഷൻ? ഏത് ഉസ്താദാണ് പിന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്നത്? ഫൈസി ഉസ്താദ്. പഠിച്ചാൽ ഏത് ഫൈസി ഉസ്താദ്? ആ ഉസ്താദിന്റെ പേരൊക്കെ കേൾക്കാൻ നല്ല താല്പര്യം KCR-ൽ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടികളെ ഇത്രയും സുന്ദരമായി ഓതാൻ പരിശീലിപ്പിച്ച ഉസ്താദ് എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കുറെ ഉസ്താദ് ഉണ്ട് അല്ലേ? എന്നാലും യാസീൻ പഠിപ്പിച്ച ഉസ്താദ് ഏതാണെന്നുള്ള അറിയാനാണ് താല്പര്യം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു പഠിപ്പിച്ച സജീർ ഫൈസി ഉസ്താദ്, ഹുസൈൻ ഫൈസി ഉസ്താദ്, അബ്ബാസ് ഫൈസി ഉസ്താദ്, ഇവരൊക്കെയാണ് ഉസ്താദുമാരല്ലേ? മാഷാ അല്ലാഹ്. സജീർ ഫൈസി ഉസ്താദിനും ഹുസൈൻ ഫൈസി ഉസ്താദിനും അബ്ബാസ് ഫൈസി ഉസ്താദിനും ഒക്കെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. യാസീൻ ഉപ്പ പഠിപ്പിച്ചാണെന്നാണ് പറയുന്നത്. മാഷാ അല്ലാഹ്. ഉപ്പയാണോ യാസീൻ പഠിപ്പിച്ചത്? അത് ശരി. അപ്പൊ പിന്നെ ഉപ്പാക്ക് തന്നെ അതിന്റെ എല്ലാ ക്രെഡിറ്റും. മാഷാ അല്ലാഹ്. ഇങ്ങനെയൊക്കെ കുട്ടികളെ എന്താ പറയാ പ്രത്യേകം ശ്രദ്ധിക്കുകയും വീട്ടിൽ നിന്ന് തന്നെ അവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവരെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം KMK കാടാമ്പ എന്ന ഐഡിയിലുള്ള ഉപ്പാന്റെ പേരെന്താണെന്ന് അറിയില്ല, പരിചയപ്പെട്ടിട്ടില്ലല്ലോ. പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഏതായാലും ഉമറുൽ ഫാറൂഖ് മോൻ വളരെ ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. അല്ല, ഇനിയും ഉഷാറായിട്ട് പിന്നെ പഠിക്കണം. യാസീൻ സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഓതിയ ഭാഗം കാണാതെ പഠിച്ചിട്ടുണ്ടോ ഫുള്ള്? ഓക്കെ, മാഷാ അല്ലാഹ്. യാസീന് ഫുള്ള് ഓതാൻ അറിയാ? 2 മുബീൻ പഠിച്ചു. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത നമ്മളെ കുരുന്നുകൂട്ടത്തിലേക്ക് വരുമ്പോഴേക്ക് ഇനി അടുത്ത മുബീൻ ഓതണം. 2ാമത്തെ മുബീൻ കഴിഞ്ഞിട്ട് 3ാമത്തെ മുബീനും. 3ാമത്തും പോരല്ലോ. എനിക്ക് തോന്നുന്നത് പിന്നെ ഉമറുൽ ഫാറൂഖ് മോന് മനപ്പാടാക്കണയിലൊക്കെ വളരെ ഉഷാറാണ് അല്ലേ? പഠനത്തിലൊക്കെ നല്ല ഉഷാറായത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇത്ര ഉഷാറായിട്ട് മൈക്കിൽ വന്ന് ഓതിയത് അല്ലേ? ഒരുപാട് ആളുകൾ കേട്ടു, നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്തു. ഇനിയും ഉഷാറായിട്ട് പാരായണം ചെയ്യണം. അടുത്ത കുരുന്നുകൂട്ടത്തിലും 2 സംഗതി അടുത്ത കുരുന്നുകൂട്ടത്തിലേക്ക് പാസ്സാക്കണം. അവിടെ ഉമറുൽ ഫാറൂഖ് മോൻ കേൾക്കുന്നില്ലേ? ഉപ്പാന്റെ പേര് കിട്ടിയില്ലട്ടാ. ഉമറുൽ ഫാറൂഖ് മോന്റെ യാസീൻ ഉഷാറായി പഠിപ്പിച്ച ഉപ്പാന്റെ പേര് KCR-ലെ ഞങ്ങൾക്കൊക്കെ അറിയാനും കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നു. പ്രയാസല്ലെങ്കിൽ ഇവിടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. കുഞ്ഞി മുഹമ്മദ് സാഹിബ് ഉസ്താദാണല്ലേ? കുഞ്ഞി മുഹമ്മദ് ഉസ്താദാണ് അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഉസ്താദല്ലേ? ഇപ്പോ ഏതായാലും ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ അറിയിക്കാൻ. അള്ളാഹു നിങ്ങളെ കുട്ടികളൊക്കെ നല്ല നല്ല മക്കളാക്കി അള്ളാഹു വളർത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ദീനിനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി അള്ളാഹു അവർക്ക് മാറ്റട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. മാഷാ അല്ലാഹ്. ഉപ്പ ഖുർആൻ ഓതാൻ KCR-ൽ നിന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞത്. ഏതായാലും അൽഹംദുലില്ലാ. ഉമറുൽ ഫാറൂഖ് മോന് മദ്രസയിലൊക്കെ ഉഷാറായിട്ട് ഇനിയും പഠിക്കണം. നല്ല കുട്ടികളെയൊക്കെ ഉപ്പയും ഉമ്മന്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. സന്തോഷം. ആയത്തുൽ കുർസി ഹന്നമോൾക്ക് പഠിപ്പിച്ചത് കാക്കയാണോ? കാക്കയാണോ ആയത്തുൽ കുർസി ഹന്നമോൾക്ക് പഠിപ്പിച്ചത്? നോ, അല്ല. അപ്പൊ ഹന്നമോളെ ഇനി യാസീനൊക്കെ പഠിപ്പിക്കാൻ ഇനി കാക്ക വേണം. ഉമറുൽ ഫാറൂഖ് മോൻ കാക്ക ഇനി
പിന്നെ ഹന്നമോളെ യാസീനൊക്കെ പഠിപ്പിക്കണം. ഹന്നമോളെ കാക്കാന്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതണം. ഹന്നമോളും കേൾക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ കമന്റ്സ് കൊണ്ട് ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അഹമ്മദ് ഹിന്ദി കങ്കോൽ എന്ന ഐഡിയിൽ നിന്ന് പിന്നെ ആരാണ് നമുക്കിന്ന് പാട്ട് പാടാൻ വേണ്ടി അല്ലെങ്കിൽ കഥ പറയാൻ വേണ്ടി മൈക്കിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഞാൻ രാമന്തലിയാണ്. എൻ്റെ പേര് അംജദാണ്. ഞാൻ വെക്കേഷനിൽ സൗദിയിലേക്ക് വന്നതാണ്. ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നുണ്ട്. നബിയെ സയ്യിദാരെ അങ്ങുടെ ചാരത്ത് വന്നു ചേരുവാനായി എന്നുള്ളം പിടക്കും പവിത്രമം ആ ഭൂമിൽ അണയുവാൻ കൊതിയെന്നിൽ പഹദായ നാദാനി നിറവേറ്റിത്തരേണം. പച്ച പൂതച്ചുള്ള നിർമ്മാണം വീശും ആ പുണ്യമദീന തന്നിലേകത്തിക്കും. അസ്സലാം അലൈക യാ നൂറൽ ഐനൈനി അസ്സലാം അലൈക സയ്യിദൽ അംബിയ. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് അഹമ്മദ് ഹിന്ദി കങ്കോൽ പിന്നെ യാമന്തലിയിൽ നിന്ന് സൗദിയിലെത്തിയില്ലേ? ഇപ്പൊ വെക്കേഷൻ ഒന്നും പഴയ കാലത്തെ മാതിരിയല്ല. വെക്കേഷനൊക്കെ പഴയ കാലത്തൊക്കെ പിന്നെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഉപ്പാന്റെ വീട്ടിക്ക് അല്ല ഉപ്പാന്റെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഉമ്മാന്റെ വീട്ടിക്ക് ഇരുന്നവരായിരുന്നു അല്ലേ? ഇപ്പൊ കുട്ടികൾ നാട്ടിൽ നിന്ന് വെക്കേഷൻ ടൈമില് പിന്നെ ഉപ്പാന്റെ അടുത്തേക്ക് സൗദിക്കാണ് പോകുന്നത്. മാഷാ അല്ലാഹ്. പേര് പറഞ്ഞില്ലല്ലോ. പേര് പറഞ്ഞോ? ഞാന് ശ്രദ്ധിച്ചില്ല. പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്താണ് പേര് പറഞ്ഞത്? അംജദ്. അതെ, അംജദ് അഹമ്മദ് എന്നാണ് പേരില്ലേ? അതെ, തോട്ടിൽ ചാടാൻ പോവും വെക്കേഷൻ ടൈമില്. അപ്പോ അംജദ് മോനാണ് ഇപ്പൊ മൈക്കിൽ വന്നിട്ട് പാട്ട് പാടിയത്. മാഷാ അല്ലാഹ്, വളരെ ഉഷാറായി. സൗദിയിലെത്തിയിട്ടുള്ള ആ ചുറുചുറുക്കൊക്കെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ എത്ര ദിവസം ഉണ്ടാവും സൗദിയില്? അടുത്ത കുരുന്നുകൂട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ? നല്ല ഉഷാറായി പാട്ടുപാടി ക്ലാസ് റൂമിലൊക്കെ നല്ല ഉഷാറായിട്ട്. പിന്നെ എന്താണ്, ഉസ്താദിനെ കുറിച്ചൊന്നും ഇപ്പൊ ചോദിക്കണ്ട. 2 മാസം നാട്ടിൽ, അതെ 2 മാസത്തെ ലീവ് മുഴുവൻ സൗദിയിൽ ഉണ്ടാവും അല്ലെ? മാഷാ അല്ലാഹ്. അടുത്ത കുരുന്നുകൂട്ടങ്ങളിലൊക്കെ വേണം. നല്ല ഉഷാറായി പാട്ടുപാടി. അഹമ്മദ് മോൻ യാമന്തലിയിലാണ് നാടില്ലേ? നമ്മളെ അഹമ്മദ് ഹിന്ദ് കങ്കോൽ സാഹിബ് നമ്മുടെ ക്ലാസ് റൂമിലെ സജീവ സാന്നിധ്യമാണ് ഐഡി. ഏതായാലും അൽഹംദുലില്ലാ. അംജദ് മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മദ്രസ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ വർഷം പൊതുപരീക്ഷ എഴുതാൻ നിൽക്കുകയാണ് അല്ലേ? അംജദ് മോൻ ഈ വർഷം പൊതുപരീക്ഷ എഴുതും ഇൻഷാ അല്ലാഹ്. ഈ 2 മാസം സൗദിയിൽ വന്ന് നിന്നാല് ഈ കൊല്ലത്തെ പൊതുപരീക്ഷ വെള്ളത്തിലാവോ? അത് ശരി. പരീക്ഷക്ക് തിരിച്ചു പോകും. ഓക്കെ. ഇല്ല അല്ലെ? ഇൻഷാ അല്ലാഹ്. അവിടെ ഒന്നും മദ്രസ ലീവിൽ. എന്തായാലും പിന്നെ ഉപ്പാന്റെ അടുത്ത് നിന്നിട്ടോ അവിടെ സൗദിയിൽ നിന്നിട്ടൊക്കെ പുസ്തകങ്ങളൊക്കെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. നല്ല കുട്ടിയാണ് അംജദ്. ഏതായാലും അല്ലാഹു എല്ലാവരും കുട്ടികളൊക്കെ നല്ല കുട്ടികളാക്കട്ടെ. ഉഷാറായിട്ട് വളരണം. അവിടുന്ന് പിന്നുന്ന ആരോ ഒരാള് ഞാനും പാടെന്ന് പറഞ്ഞല്ലോ. അംജദ് മോൻ പിന്നുന്ന ആരോ ഞാനും പാടെന്ന് പറഞ്ഞല്ലോ.
അതാരാണ്? ആ പാട്ടൊന്ന് കേൾക്കണല്ലോ. ഫാത്തിമ മോളാണോ? അപ്പൊ എന്നാ ഫാത്തിമ മോളും പാടണം. റൈസാൻഡ് ചെയ്തിട്ട് ഫാത്തിമ മോളും ഇനി മൈക്കിൽ വന്ന് പാടണം. ഫാത്തിമ മോളെ പാട്ട് കേൾക്കാനും വേണ്ടേ ഉണ്ടല്ലോ. ഇവിടെ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അംജദ് മോന് നല്ല ഉഷാറായിട്ട് പാടി. ഇനിയും പാടണം. എത്ര പാട്ട് പഠിച്ചിട്ടുണ്ട്? ഇനി ഒരുപാട് പാട്ടുണ്ടാവും അല്ലെ? 3 പാട്ട് പഠിച്ചിട്ടുണ്ട്. ആഹാ. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 പാട്ട് ഇനിയും മൈക്കിൽ വരണം. ഇനി ഇന്നല്ലെങ്കിലും ഇനി അടുത്ത വെള്ളിയാഴ്ചയും അടുത്ത കുരുന്നുകൂട്ടത്തിലൊക്കെ പാടണം ഇൻഷാ അല്ലാഹ്. ഓരോ ആഴ്ചയിലെ കുരുന്നുകൂട്ടത്തിലും പുതിയ പുതിയ പാട്ടുകളായിട്ട് വരണം. 2 മാസം ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ. നാട്ടിൽ നിന്ന് ഇനി നെറ്റ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും KCR വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഉള്ള സമയത്ത് എല്ലാ ആഴ്ചയിലും പങ്കെടുപ്പിക്കണം. അല്ലാഹു നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് ഞാനിനി അക്ബർ VP എന്ന ഐഡിയിൽ നിന്ന് റൈസാൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാരന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ ഹന്ന. ഞാനൊരു പാട്ട് പാടാം. സ്നേഹം വിളയുന്ന നാടോ മദീന, സ്നേഹം വിരിയും പൂമേടോ മദീന, സ്നേഹം ലഭിക്കാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾ പാറി പറന്നെത്തും നാടാ മദീന, സ്നേഹം വിളയുന്ന നാടോ മദീന, സ്നേഹം വിരിയും പൂമേടോ മദീന, സ്നേഹം ലഭിക്കാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾ പാറി പറന്നെത്തും നാടാ മദീന, മദീന 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 എൻ ജീവേ മദീന, മദീന 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 എൻ ജീവേ മദീന. നോവുന്ന മുൾച്ചെടി നാട്ടി മക്കൾക്കാർ സ്നേഹരാജാവേ അന്നാട്ടി, സ്നേഹത്തിൻ പൂമാല ചാർത്തി മദീന പൂമേനിയെ മാറോട് ചേർത്തി, നോവുന്ന മുൾച്ചെടി നാട്ടി മക്കൾക്കാർ സ്നേഹരാജാവേ അന്നാട്ടി, സ്നേഹത്തിൻ പൂമാല ചാർത്തി മദീന പൂമേനിയെ മാറോട് ചേർത്തി, തണിയും തുണയും തണലുമായി വന്നേ തെരുതുദിനത്താണിയായി നിന്നു, തണിയും തുണയും തണലുമായി വന്നേ തെരുതുദിനത്താണിയായി നിന്നു, സ്നേഹം വിളയുന്ന നാടോ മദീന, സ്നേഹം വിരിയും പൂമേടോ മദീന, സ്നേഹം ലഭിക്കാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾ പാറി പറന്നെത്തും നാടാ മദീന, സ്നേഹം നാടോ മദീന, സ്നേഹം ലഭിക്കാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾ പാറി പറന്നെത്തും നാടാ മദീന. എന്റെ കാക്കാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഫാത്തിമ ഹന്ന മോള് അല്ലേ? നേരത്തെ പാടിയത് ഹന്ന ഫാത്തിമ, ഇപ്പൊ ഫാത്തിമ ഹന്ന. പഠിച്ചോന് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ
അത് പോട്ടെ. ഏതായാലും മാഷാ അല്ലാ നല്ലൊരു പാട്ടാണ് അക്ബർ VP അക്ബർ എന്ന ഐഡിയിൽ നിന്ന് ഫാത്തിമ ഹന്ന മോള് പാടിയിട്ടുള്ളത്. മാഷാ അല്ലാ, മദീനയെ കുറിച്ച് വളരെ ഉഷാറായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു പാട്ട്. ഫാത്തിമ ഹന്ന എവിടെ നിന്നാണെന്ന് പറഞ്ഞില്ല. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഹന്ന, ഫാത്തിമ ഹന്ന എവിടെയാണ് ഇപ്പോ? നാട്ടിലാണോ വിദേശത്താണോ? കേൾക്കുന്നില്ലേ? UAE-യിലാണ് അല്ലേ? ഓക്കെ. നാട്ടിലെവിടെയാണ്? ഓക്കെ, ഷാർജയിലാണ്. ഓക്കെ, വളരെ ഉഷാറായിട്ട്. നാട്ടില് മലപ്പുറം അല്ലെ? UAE-യില് ഷാർജയിൽ, നാട്ടില് മലപ്പുറാണ്. ഫാത്തിമ ഹന്ന നല്ലൊരു പാട്ടാണ് പാടിയിട്ടുള്ളത്. മദീന മദീന. മദീനയോടുള്ള സ്നേഹം നമ്മൾ മുസ്ലിങ്ങളായ നമുക്കൊക്കെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണല്ലേ. മദീന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ നാടുകളിൽ ഒന്നാണ് മദീന. ലോകത്ത് സ്വർഗത്തിന്റെ പൂന്തോപ്പ് ഈ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നാടേതാ? സ്വർഗത്തിലെ പൂന്തോപ്പ് ഈ ഭൂമി ലോകത്ത് അള്ളാഹ് സംവിധാനിച്ചിട്ടുള്ള നാടേതാണ്? പറയൂ. മദീന അല്ലേ? മാഷാ അല്ലാ, മദീന മുനവ്വറയാണ്. പ്രകാശപൂരിതമായിട്ടുള്ള മദീന. മദീനക്ക് മദീന എന്ന് പേര് കിട്ടിയൊക്കെ അറിയാലോ. റസൂലുള്ളാന്റെ പട്ടണം അല്ലെ? മദീനത്തുൻ നബിയാണ്, പുണ്യ നബിയുടെ പട്ടണമാണ് മദീന. അപ്പൊ അവിടെ ലോകത്തെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ മണ്ണുള്ളതും, അല്ലെങ്കിൽ എന്താ പറയാ, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം എവിടെയാണ്? മദീനയിലാണ് അല്ലെ? നമ്മളെ പുണ്യ റസൂല് കിടക്കുന്ന ആ ഒരു മണ്ണ്, അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മണ്ണോ ഒരു സ്ഥലമോ ഭൂമി ലോകത്ത് എവിടെയുമില്ല. അപ്പൊ ആ മദീനയോട് നമുക്കൊക്കെ സ്നേഹം ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ ഹൃദയത്തിലൊക്കെ ആ സ്നേഹം തരട്ടെ. മദീനയിൽ പോയിട്ടുണ്ടോ? പിന്നെ ഫാത്തിമ ഹന്ന മദീനയിൽ പോയിട്ടുണ്ടോ? ഫാത്തിമ ഹന്ന മദീന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാ, ഉസ്താദിന് കിട്ടാത്തൊരവസരാണത്. ഇൻഷാ അല്ലാ, അള്ളാഹു നമുക്കൊക്കെ പരിശുദ്ധമായ പുണ്യ നഗരം ചെന്ന് കാണാൻ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് അവിടുത്തോട് നേരിട്ട് നിന്ന് സലാം പറയാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ നബി നമ്മളവിടെ നിൽക്കുമ്പോ നബി നമ്മളെ കാണുമല്ലോ അല്ലെ? റസൂലുള്ളാഹിന്റെ പരിശുദ്ധ മദീനയിൽ ചെന്നിട്ട് റൗള ഷരീഫിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോ നമ്മളൊക്കെ കണ്ണിറെ കണ്ടുകൊണ്ട് റസൂല് സന്തോഷിക്കും അല്ലെ? അള്ളാഹു നമുക്കൊക്കെ അതിനവസരം കിട്ടാത്തവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അതിനവസരം നൽകുമാറാകട്ടെ. മദീനയില് നബി നടന്ന, നബി ഇരുന്ന, നബി സഹാബാക്കളെ കൂടെ ഇരുന്ന, സംസാരിച്ച, അവർക്ക് ദീന് പറഞ്ഞു കൊടുത്ത, അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്ത പരിശുദ്ധമായ ആ മദീന അല്ലെ? എത്ര പരിശുദ്ധമായ നാടാണത്. നമുക്കൊക്കെ അവിടെ പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമായിട്ട് അള്ളാഹു അതിന് കൊണ്ടു നടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യണം. നമ്മുടെ അൽവാഫി ഉസ്താദൊക്കെ മദീനയിലാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നു. അൽവാഫി ഉസ്താദ് നമ്മളെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, റേഡിയോ വഴി കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകമായിട്ട് മദീനയിലെ റൗള ഷരീഫിൽ സിയാറത്തിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളോ മദീനയിലോ പരിശുദ്ധ ഹറമുകളിലൊക്കെ ഉള്ളവർ അവിടേക്ക് ദുആകളിൽ പ്രത്യേകം അനുസ്മരിക്കണമെന്ന് സാന്ദർഭികമായി കുരുന്നുകൂട്ടത്തിനിടയിൽ ഉണർത്തുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഹന്ന മോള് വീണ്ടും വരണം. നല്ല ഉഷാറായി പാടി നല്ലൊരു പാട്ട്. ഏതായാലും മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയിൽ നിന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ആരാണ് മൈക്കിൽ വന്ന് നമുക്ക് വേണ്ടി പാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നാലകത്ത് അബ്ദുറഹ്മാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുറഹ്മാൻ. ഞാനൊരു പാട്ട് പാടാം.
മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മക്ക മണലാരണ്യകദൂത ഹശിം വംശനിലാവ മക്ക മണലാരണ്യകദൂത ഹശിം വംശനിലാവ ആമിന അബ്ദുല്ലാഹി മകനായുള്ള റസൂല അറിവിൻ നിറകുടമാകും അല്ലത്തക്കലമീന പച്ചക്കുബ്ബയിൽ പ്രാവുകൾ കുറുകും മധുകളുള്ള ഹബീബ പച്ചക്കുബ്ബയിൽ പ്രാവുകൾ കുറുകും മധുകളുള്ള ഹബീബ മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് ഉമ്മുൽ കിതാബിനുടമ ഫാത്തിമ എന്നൊരു മഹിളാരത്ന പിതാവ അന്ത്യപ്രവാചകനൂറ ലോകരിൽ ഈമാൻ തിരിതെളിയിച്ച നിനുൽ അംബിയ രാജ ലോകരിൽ ഈമാൻ തിരുതെളിയിച്ച നിനുൽ അംബിയ രാജ മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മലക്കസറായിൽ വന്ന് റൂഹ് പിടിക്കും മുമ്പ് അനുമതി ചോദിച്ചുള്ള അലിവിൻ ശോഭിത അഞ്ചു നമസ്കാരത്തിൽ ചൊല്ലിയ പതിനായകനേത അഞ്ചു നമസ്കാരത്തിൽ ചൊല്ലിയ പതിനായകനേത മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു തേനോറും നൂറുല്ലാഹ് മക്ക മണലാരണ്യകദൂത ഹശിം വംശനിലാവ മക്ക മണലാരണ്യകദൂത ഹശിം വംശനിലാവ അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് അനിയത്തിക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഐഷ. ഞാനൊരു കഥ പറയാം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മക്കത്ത് ജനിച്ചു. റബീഉൽ അവ്വൽ 12 നബി ദിനം. നബി ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടി. ഒരിക്കലും നുണ പറയില്ല, ദേഷ്യം പിടിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. എല്ലാവരും അൽ അമീൻ എന്ന് വിളിച്ചു. നാം നബിയെ പോലെ നല്ല കുട്ടികളാകണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മുടെ അബ്ദുറഹ്മാൻ മോൻ അതുപോലെ ആയിഷ മോൾ അല്ലേ, രണ്ടുപേരും വളരെ നല്ല, ഒരാളൊരു നല്ല പാട്ട് പാടി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹായിരുന്നു. അതുപോലെ തന്നെ ആയിഷ മോള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 1-2 വാക്കുകളും പറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആയിഷ മോളെ എത്രയിലാ പഠിക്കുന്ന മോള്? പേര് മാത്രമേ പറഞ്ഞുള്ളൂ. മോള് എത്രയിലാ പഠിക്കുന്നേ? 2-ല്. മാഷാ അല്ലാഹ്. അബ്ദുറഹ്മാൻ 3-ലാ 4-ലാ? അബ്ദുറഹ്മാൻ സ്ഥിരമായിട്ട് പാടാറുണ്ട് അല്ലേ? ഏതായാലും വളരെ നല്ല പാട്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മദഹ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പാട്ട് തന്നെയാണ് മോൻ പാടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്.
ഇനിയും പാട്ട് പാടാൻ വേണ്ടി കൈ ഉയർത്തിയിട്ടുണ്ട്. അടുത്തൊരു അതിനേക്കാൾ നല്ല ഒരു പാട്ടുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് ഹാനിമോൻ ക്ലാരി മൈക്കിലേക്ക് വരണം. ഹാനിമോൻ ക്ലാരിക്ക് വേണ്ടി മൈക്ക് വിടുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ കുദ്സിയ. ഞാനും എന്റെ അനിയത്തി ഫാത്തിമ സുഫാനയും ഒരു പാട്ട് പാടാം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം. തോട്ടത്തിന്റെ ഉടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നോട് തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു റബ്ബിന്മേലിലലംഘിച്ചു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നോട് തോപ്പും അരുവിയുമെല്ലാം തന്റേതെന്നതിമോഹിച്ചു റബ്ബിന്റെ വിധി ലംഘിച്ചു. അവന്റെ പാവം ചങ്ങാതി അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അല്ല കൊടുത്ത ധനത്തിലഹന്ത ധരിക്കരുതെന്നുപദേശിച്ചു വിനയം കാട്ടാൻ ശാസിച്ചു. അവന്റെ പാവം ചങ്ങാതി അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അല്ല കൊടുത്ത ധനത്തിലഹന്ത ധരിക്കരുതെന്നുപദേശിച്ചു വിനയം കാട്ടാൻ ശാസിച്ചു. മറിച്ചു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അല്ല എനിക്കെനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ലേ ഇടപാട്. മറിച്ചു ചൊല്ലി മുതലാളി പറഞ്ഞു, ഞാനാണധികാരി, അല്ല എനിക്കെനി വീണ്ടും നൽകും പണവും പദവിയും ഒരുപാട്, മുറിയുകയില്ലേ ഇടപാട്. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു, മരിച്ചു ചെന്നാൽ പരലോകത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നവൻ ശിക്ഷിക്കും. ചിരിച്ചു തള്ളി മുതലാളി മരിക്കുകെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്കു വീണ്ടും പണവും നൽകും അല്ലാഹു, പദവിയും നൽകും അല്ലാഹു. ചിരിച്ചു തള്ളി മുതലാളി മരിക്കുകെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്കു വീണ്ടും പണവും നൽകും അല്ലാഹു, പദവിയും നൽകും അല്ലാഹു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത്, മുന്തിരി വള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതൽ നശിച്ചു കിടക്കുന്നു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്ത്, മുന്തിരി വള്ളികളീന്തക്കുലകൾ മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതൽ നശിച്ചു കിടക്കുന്നു. കരഞ്ഞു പാവം മുതലാളി പറഞ്ഞു, ഞാനാധികാരി, പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു, ഇരന്ന് നാശവും വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു,
ഇരന്ന് നാശവും വാങ്ങിച്ചു. പരമപ്രഭുവാം പടച്ചവന് പങ്കാളികളെ കൽപ്പിച്ചു. ഇരന്ന് നാശവും വാങ്ങിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ നല്ല ഒരു ഗാനം, ഒരു ചരിത്രം പറയും പോലുള്ള ഒരു ഗാനം അല്ലെ, ഒരു കഥ പറയുന്ന പോലത്തെ ഒരു ഗാനം. മാഷാ അല്ലാഹ്, അത് നന്നായി അവതരിപ്പിക്കുകയും ചെയ്ത് രണ്ടുപേരും കൂടി ഒരു സംഘഗാനത്തിന്റെ രീതിയിൽ വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നമ്മളെ ഖുദ്സിയ മോളും സുഫാന മോളും അല്ലെ, സുഫാന അല്ലേ, സ്ഥിരമായി പാട്ട് പാടുന്ന നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി ഉണ്ടാവാറുള്ള രണ്ട് കുട്ടികളാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വളരെ നല്ല ഗാനമായിരുന്നു. ഇതിന്റെ രചയിതാവ് ആരാണെന്ന് അറിയില്ല. രചന വളരെ ഉഷാറാണ്. ഉപ്പയാണോ ആവോ? ഇതെവിടുന്ന് ആരാണ് ഈ പാട്ട് തന്നത് മക്കൾക്ക്? പാട്ട് സെലക്ട് ചെയ്ത് തന്നാലും ഉപ്പയാ? ഖുദ്സിയ മോളെ, ഉപ്പയാണോ പാട്ട് സെലക്ട് തന്നത്? മരുപ്പച്ച റൈറ്റ്ലി, യെസ്. ഏതായാലും വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്, പാടി ശീലിച്ചിട്ടുണ്ട്, നന്നായി ക്ലിയറായി പാടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ നന്നായിട്ടുണ്ട്. ഇനിയും ഇത്തരം പാട്ടുകളൊക്കെ ഇനിയും ഇൻഷാ അല്ലാഹ് കണ്ടെത്തി സെലക്ട് ചെയ്ത് നമ്മുടെ കുരുന്നുകൂട്ടത്തിൽ അവതരിപ്പിക്കണം. നമ്മുടെ മാലിക് ഹുദവി അല്ലെ, ഹാനിമോൻ ക്ലാരിയിലെ മാലിക് ഹുദവിയുടെ മക്കളാണ് അവർ രണ്ടുപേരും, ഖുദ്സിയ മോളും സുഫാന മോളും. സ്ഥിരമായി ക്ലാസ് റൂമിൽ പാടാറുള്ള ഒരു നല്ല പാട്ടുകൾ സ്ഥിരമായി പാടുന്ന രണ്ട് കുട്ടികളാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി അടുത്ത നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയിൽ നിന്ന് തന്നെ വീണ്ടും നമ്മുടെ അബ്ദുറഹ്മാൻ മകനോ മോനോ അല്ല, ആയിഷ മോളോ രണ്ടാളൊരാള് അല്ലെങ്കിൽ രണ്ടുപേരും കൂടിയോ ഇൻഷാ അല്ലാഹ് ഒരു ഗാനം അവതരിപ്പിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി മൈക്ക് കൂടിയാണ്. അസ്സലാമു എന്റെ പേര് അബ്ദുള്ള. ഞാനൊരു പാട്ട് പാടാം. തിങ്കളിത്തെളി തിങ്കളായി താഴ്ചമിന്റെ ഓകമാകെ കൊയ്തിട്ട ആരവം ആരവം. തിങ്കളിത്തെളി തിങ്കളായി താഴ്ചമിന്റെ ഓകമാകെ കൊയ്തിട്ട ആരവം ആരവം. തിങ്കളിത്തെളി തിങ്കളായി താഴ്ചമിന്റെ ഓകമാകെ കൊയ്തിട്ട ആരവം ആരവം. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഐഷ. ഞാനൊരു പാട്ട് പാടാം. ഓരോ ദിവസവും എല്ലാവർക്കും ഫർളാണല്ലോ നിസ്കാരം. സമയം തെറ്റാൻ പാടില്ല, ഒഴിവാക്കാനും പറ്റില്ല. ഉച്ചക്കുള്ളത് ളുഹറാണ്, വൈകുന്നേരം അസറാണ്. മഗ്‌രിബ് വേണ്ടത് സന്ധ്യയ്ക്ക്, പിന്നെ ഇശാഉം അന്ത്യയ്ക്ക്. പുലരാൻ നേരം സുബ്ഹാണ്, അഞ്ചും ചെയ്യൽ ഫർളാണ്. ചെയ്താൽ പോകാം സ്വർഗത്തിൽ, ചെയ്യാത്തവരോ നരകത്തിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ മോളും അബ്ദുള്ള മോനും അല്ലെ? അബ്ദുള്ള മോൻ ആയിഷ മോളുടെ അനിയനാ? ആയിഷ മോളുടെ അനുജനാണോ അബ്ദുള്ള? യെസ്, മാഷാ അല്ലാഹ്. എത്ര വയസ്സായി? എത്ര വയസ്സായി മോന്? 2 വയസ്സ്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉഷാർ. അവനാണ് ഇന്നത്തെ ഹീറോ. അവനാണ് അബ്ദുള്ള മോനാണ് ഇന്നത്തെ ഹീറോ. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നിലനിർത്തി തരട്ടെ. വളരെ ഉഷാറായിട്ടുണ്ട്. 2 വയസ്സുള്ള കുട്ടിയൊക്കെ ഇത്ര നന്നായി പാടാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഒന്നും
ശരിക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ കുട്ടിയൊന്നും 3-4-3-3.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ശരിക്കും പാട്ടുകളൊക്കെ പാടി തുടങ്ങിയത്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതായാലും ആയിഷ മോളുടെ പാട്ട് നല്ല പാട്ട്, വളരെ നല്ല നല്ല അവതരണം, നല്ല ശബ്ദം. മോളെ ഇനിയും പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ ഉപ്പാനോട് തരാൻ പറയണം കേട്ടാ ആയിഷ മോളെ. ഇനി അടുത്ത ആഴ്ച നമുക്ക് നല്ല ഇതിലും നല്ല പാട്ട്, ഇതിലും നല്ല പാട്ട്. ആരാ പാട്ട്? ഉപ്പയല്ലേ തരല്ലേ? ഉപ്പയല്ലേ പാട്ട് സെലക്ട് ചെയ്ത് തരത്ത് അല്ലേ? ഇക്കയാ? ഇക്ക. മാഷാ, ഇക്കാനോട് പറയണം ഒരു നല്ല പാട്ട് പാടി എഴുതി പാടി പഠിപ്പിച്ചു തരാൻ പറയണേ. പക്ഷെ അത് നമുക്ക് അടുത്ത പ്രാവശ്യം വളരെ നന്നായി ഇതിലും നല്ലൊരു പാട്ട് അവതരിപ്പിക്കണം. അബ്ദുറഹ്മാൻ മോൻ നേരത്തെ പാടി, കുറച്ച് നേരത്തെ പാടി. അബ്ദുറഹ്മാൻ ഇതിനു മുമ്പ് മൈക്കെടുത്ത് പാടി. ഇപ്പൊ ആയിഷമോളും പാടിയിരുന്നു. ഇപ്പൊ ആയിഷമോളുടെ അതിലും നല്ലൊരു പാട്ട്, നേരത്തേലും മെച്ചമുള്ള ഒരു പാട്ടാണ് ഇപ്പം പാടിയത്. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു പാട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് അല്ലേ? ഇല്ലേ ആയിഷ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനി മുനീർ എന്ന ഐഡിയിൽ നിന്ന്, മുനീർ 1971 ഇൻഷാ അല്ലാഹ്. ഓക്കെ, മുനീർ 1971 എന്ന ഐഡി മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഹലോ, ആരാണ് മുനീർ എന്ന ഐഡിയയിലെ? മോനോ മോളോ? മോള് പാടിക്കോ. ഞങ്ങളെല്ലാരും കേൾക്കുന്നുണ്ട്, വളരെ ഭംഗിയായി കേൾക്കുന്നുണ്ട് മോൻ പറയുന്നത്. മോൻ അവിടുന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ കഴിയൂല. സ്ക്രീനിൽ കാണുന്നില്ലേ? കേൾക്കാം, പാടുവോ? കേൾക്കാം. കണ്ടില്ലേ? മോളാണ്. കണ്ടില്ലേ മോളെ? ഇനി മൈക്കെടുത്തിട്ട് ഒന്നും ചോദിക്കണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറയാ, പാട്ട് പാടാം. അസ്സലാമു അലൈക്കും എന്ന് പറയാ, ഉഷാറായി പാടിക്കോ. ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, മൈക്കെടുക്കൂ. അസ്സലാമു അലൈക്കും. എന്റെ പേര് മാജിദ. ഞാനൊരു പാട്ട് പാടാം. ഏറ് കപ്പൽ പായുശർത്തി രാപ്പകലോടി എത്തിടെ ഷഹർ മുകല്ല ബസ്തി തന്നിൽ കൂടി കുത്തു സേത്ത് ബന്ദേ തോഹത്തങ്ങളുണ്ട് തലത്തുണ്ടായിരുന്ന രണ്ട് വാറുകൾ താതീത്തു ബേദർ ചേതമാനോടർന്ന് രണ്ട് ചെമ്പിന്ത പുവാസം ഏട്ടടൈ പോൽ ചേർന്നേ മലർ ചെന്താമര പാദത്തിൽ ചമ്പതി കിരീടം എടു
തസീറെ താഴ്ത്ത് ഏറ് കപ്പൽ പായുഷർ തീരാപ്പകൾ ഓടി എത്തിടെ ഷഹർ മുകല്ല ബസ്തി തന്നിൽ കൂടി വാഴ്ത്തി പടിന്തെത്തി പുകൾ പോറ്റി പെരുമാൻ ശിരസിലെ തങ്കം കൊടുപൊങ്കും കടൈ തങ്കം കൊടുപൊങ്കും കടൽ തങ്കൾ കരമാൽ തശുക്കവെ വാഴ്ത്തി തനനെത്തി തനി വാർത്ത പുതുമ സകലമെ പാതി തവർ ചോദി തതിലോതി പ്രിയമാൻ സഭയിലെ പൊലികൾ അറബികൾ നല്ലവർ സഹബുകൾ പലരും ഒരുമായി വലിമഹവറിലെ നിലവിലധിപതി കലിമലോള് നിലവിലധിപതി നിലവിലധിപതി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ മാജിദ മോളെ, കറണ്ട് പോയാ അവിടെ? മോളെ എവിടെ നിന്ന്? നാട്ടിന്നാ? മോളെ എവിടെ നിന്നാ? എവിടെയാ സ്ഥലം? UAE. മാജിദ മോള് UAE-യിൽ നിന്നാണ് പാടിയത് അല്ലേ? മാഷാ അല്ലാഹ്, വളരെ നല്ല പാട്ടായിരുന്നു, നന്നായി പാടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു ചെറിയ കട്ട് അനുഭവപ്പെട്ടിരുന്നു സാറിൽ, എന്നാലും പാട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നന്നായിട്ടുണ്ട്. ഇടക്കൊന്ന് നിന്നുപോയാ സാറില്ല, എന്താ എഴുതിയത് വായിക്കാൻ പറ്റിയില്ല, അല്ല പഠിച്ചത് മറന്നുപോയാ? എഴുതി വെക്കണം കേട്ടാ, ഒരു ചെറിയ പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയിട്ട് നോക്കി പാടണം. ബാക്കി പാടാം. എന്നാ ബാക്കി പാടിക്കോ, ബാക്കി പഠിക്കോ. മൈക്ക് എന്താ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? മാജിദ മോളെ ഐഡിയയിൽ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ട്. മൈക്ക് എടുക്കാൻ കഴിയുന്നില്ല. മൈക്ക് കിട്ടിയിരുന്നു, വീണ്ടും പോയി. കട്ടാണോ? എടുത്തോളൂല്ലേ? പാടൂലേ? ഹാൻഡ് റൈസ് ചെയ്യ്. പാടുമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യ്. അടുത്ത കുട്ടികളെല്ലാം ഇനി പാടാൻ ആഗ്രഹിക്കുന്നവരാരും ഇല്ലേ? കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ കുറവാ? ആനിമോൻ ക്ലാരിയില ഇൻഷാ അല്ലാഹ് ഖുദ്സിയ മോളും സുഫാന മോളൊക്കെ വന്നിട്ടുണ്ട്. മുനീർ എന്ന ഐഡിയിൽ നിന്ന് ഇനി ബാക്കി പാടുന്നുണ്ടോ? പാടിക്കോ മോള്, പാടിക്കോ. മാജിദ മോള് ബാക്കി പാടുന്നുണ്ടെ പാടിക്കോ. ബൈലക്സ് കംപ്ലൈന്റ്, അത് സാരല്ല, അത് പാടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇനിയും കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. ഇന്നെന്താ ആരും വന്നിട്ട് കാണാത്ത? സിനാനൊക്കെ താഴെ ഉണ്ടല്ലോ. സിനാന ഒരു പാട്ട്, ഇന്ന് ഒരു പാട്ട് എന്താ തയ്യാറില്ലേ? ജലദോഷം ഉണ്ടാ? മൂക്കടപ്പ് കുറെ കാലമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പാട്ട് പാടുമ്പോഴൊക്കെ മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്. സിനാനില്ല ഇവിടെ? നല്ല നല്ല പാടാൻ കഴിവുള്ള കുട്ടികളൊക്കെ താഴെ ഉണ്ട്, ഐഡിയ ഉണ്ട്. ജാഫർ ഉസ്താദ് മൈക്കിൽ വരുന്നുണ്ടോ? ഫൈസൽ ഉദവി എല്ലാരും ഉണ്ടല്ലോ. സാജി അഹമ്മദ് മാഷാ അല്ലാഹ് എല്ലാരും ഉണ്ടല്ലോ. ഞാൻ കുട്ടിയാണ്. പാടിക്കോ, എന്നാ കുട്ടി പാടിക്കോ. പരമ്പൊരുൾ ഒന്ന് അടിക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോ ഇനിയും കുട്ടികൾ പൊങ്ങട്ടെ, കൈ പൊങ്ങട്ടെ. ഇനിയും കുറെ ആളുകൾ ഉണ്ടല്ലോ താഴെ. മുനീർ ഇനിയും ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി പാടും. അഹമ്മദ് ഹിന്ദി കാങ്കോല ഉണ്ട്. മാഷാ അല്ലാഹ്. ഇനിയും ഐഡിയകൾ ഉണ്ടല്ലോ. സിനാൻ അവിടെ ഇല്ലേ?
ഒരു പാട്ട് സിനാൻ ഉണ്ടെങ്കിൽ ഇന്ന് പാടണം. അക്ബർ വി പി അക്ബർ ഉണ്ട്. മാഷാ അല്ലാഹ്. മുനീർ കൈതാത്തണ്ട. ആ കൈ പൊക്കി തന്നെ നിന്നോ. ഇൻഷാ അല്ലാഹ് സമയമുണ്ട്. നമുക്ക് ഇന്ന് ഒരുപാട് പാട്ട് പാടാൻ സമയമുണ്ട്. ഇന്ന് പാട്ട് പാടാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനിയും ആളുകൾ പൊങ്ങട്ടെ, കൈ പൊങ്ങട്ടെ. ഇനി ആരില്ലേ? ഗസല് നേരത്തെ കൈ പൊക്കിയിരുന്നു. പാട്ട് പാടാൻ കുട്ടികൾ ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കോ. ഉണ്ട്. ഇനിയും പാട്ട് പാടുന്ന ഐഡികൾ ഉണ്ട് താഴെ. പാട്ട് പാടാറുള്ള ഐഡികൾ ഉണ്ടല്ലോ താഴെ. ഏതായാലും മുനീർ എന്ന ഐഡിയയിൽ നിന്ന് വീണ്ടും ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അല്ല വേറെ പാട്ടാണോ? മുനീർ എന്ന ഐഡിയയിൽ നിന്നും ആ പാട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോ മൈക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മളെ കുദ്സിയ മോൾക്ക് അല്ലെങ്കിൽ സുഫാന മോൾക്ക് വരാം ഇൻഷാ അല്ലാഹ്. എന്നാ ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ല വേറെ പാട്ടാ? ഇപ്പൊ മൈക്ക് വേണോ? കുദ്സിയ മോൾക്ക് മൈക്ക് കൊടുക്കാം. കുദ്സിയ